എൻ്റെ മുൻപിൽ ഒരു വലിയ മതിലുണ്ട്. ആ മതിലിൻ്റെ ഉയരം ഏകദേശം 200 മീറ്റർ ആണെന്ന് കരുതുക. അവിടെ നിന്നും അല്പം മാറി നിന്നുകൊണ്ട് ഞാൻ കുറേയധികം പന്തുകളെടുത്ത് ഈ മതിലിന് അപ്പുറത്തേക്ക് എറിയുകയാണ്. ചില പന്തുകളൊക്കെ മതിലിന് അപ്പുറത്ത് പോകും, ചിലതൊന്നും അപ്പുറത്ത് പോകില്ല. ഞാൻ അപ്പോൾ എറിയുന്ന ആ സ്ട്രെങ്തിനനുസരിച്ചായിരിക്കും ഇത് സഞ്ചരിക്കുക. പക്ഷേ ഈ സംഭവം നടക്കുന്നത് ആറ്റത്തോളം വളരെയധികം ചെറിയ വലിപ്പമുള്ള ഭാഗത്താണെങ്കിലോ, ഈ പറയുന്ന മതിലിന് വളരെയധികം വലിപ്പക്കുറവാണ്, ഈ എറിയുന്ന ഈ പന്തിന് വലിപ്പക്കുറവാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ വിചിത്രമായിട്ടുള്ള ഒരു പ്രതിഭാസം അവിടെ നടക്കും. ഞാൻ എറിയുന്ന പന്ത് 200 മീറ്ററും താണ്ടി മതിലിനപ്പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ഒരു 180 മീറ്റർ എത്തിയാൽ മതിയാകും. അത് അവിടെ നിന്നും അപ്രത്യക്ഷമായിട്ട് മതിലിൻ്റെ അപ്പുറത്തുള്ള ഭാഗത്ത് പ്രത്യക്ഷപ്പെടും. അവിടെ അത് താഴേക്ക് പോകും. കേൾക്കുമ്പോൾ വിചിത്രമായിട്ട് നമുക്ക് തോന്നും, പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ്. ഈ പ്രതിഭാസത്തിൻ്റെ പേരാണ് ക്വാണ്ടം ടണലിംഗ്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിവിടെ പന്തിനെയും മതിലിനെയും കൊണ്ടുവന്നത്. യഥാർത്ഥത്തിൽ ക്വാണ്ടം ഫിസിക്സിൻ്റെ ലോകത്തിൽ പന്തുമില്ല, മതിലുമില്ല. അവിടെ ഉള്ളത് സബാറ്റോമിക് പാർട്ടിക്കിൾസ് ആണ്, ഇലക്ട്രോൺസ് പോലുള്ള പദാർത്ഥങ്ങളാണ്. ആ പദാർത്ഥങ്ങൾക്ക് ഇങ്ങനെയുള്ള ചില സവിശേഷതകളുണ്ട്. ഇത്തരത്തിലുള്ള ശാസ്ത്ര വീഡിയോകൾ കാണാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.